ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത് നമ്മുടെ ഒരുപാട് ഓൺലൈൻ എക്സാമുകൾ ഇപ്പോൾ ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട് അല്ലേ. ഒരുപാട് യൂണിവേഴ്സിറ്റി എക്സാമുകളുണ്ട്. ഇപ്പോൾ എക്സ്പെഷ്യലി അണ്ണാമലൈ യൂണിവേഴ്സിറ്റി എക്സാം നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വീഡിയോ ലിങ്ക് ഇടുന്നുമുണ്ട്. അപ്പോൾ അത് അറിയാത്തവർ, എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ അതിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ എക്സാം എഴുതിയിട്ട് എങ്ങനെയാണ് നമ്മൾ PDF ആക്കിയിട്ട് അത് യൂണിവേഴ്സിറ്റിക്ക് സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ PDF സ്കാനർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് PDF സ്കാൻ ചെയ്തിട്ട് അയക്കാവുന്ന ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. അതിൽ അഡോബ് സ്കാനർ, ഇതെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്കാനർ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇന്ന് ഓഫീസ് ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഓഫീസ് ലെൻസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അത് ഓഫീസ് ലെൻസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ എന്നുള്ള ഇത് ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇത് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഷീറ്റ് നമ്മൾ ഇങ്ങനത്തെ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിൽ ഇങ്ങനത്തെ ഷീറ്റ് ആയിരിക്കാം ഫസ്റ്റ് ഷീറ്റ്. അപ്പോൾ അത് ഓരോരോ പേജും നമ്മൾ ഇതിൽ ഫോട്ടോ എടുത്തിട്ട് ഫ്ലാഷ് ഓൺ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയറിലൂടെ കിട്ടും. അപ്പോൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫോട്ടോ ഓരോന്നും ക്ലിയർ ആയിട്ട് ഫോട്ടോ എടുക്കുക. അന്നേരം അതിൻ്റെ എഡ്ജെല്ലാം കറക്റ്റ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നും കൂടി ഷാർപ്പൻ ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് കൺഫേം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു മുകളിലേക്ക് ഒരു ഓപ്ഷൻ കാണാം. മുകളിലേക്ക് ഒരു സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. ഇവിടെ കാണുന്നില്ലേ ഫിൽറ്റർ. ആ ഫിൽറ്റർ നീക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പല രൂപത്തിൽ അത് അതിൻ്റെ ക്ലിയർ കൂട്ടാൻ സാധിക്കും. ഏതിലാണ് നല്ല ക്ലിയർ നിങ്ങൾക്ക് തോന്നുന്നത് ആ രൂപത്തിൽ ആക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ച് പേപ്പർ ഓൾറെഡി കുറച്ച് ക്ലിയർ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പേപ്പർ സാധാരണ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ PDF പോകും. ഇനി ഇൻ കേസ് നമുക്ക് ഒരുപാട് പേജസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യം ഒന്നും കൂടി ചെയ്തു തരാം. ഇപ്പം ഈ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ എടുത്തു. ഓക്കെ, ഇനി എനിക്ക് രണ്ടാമത്തെ പേജുണ്ട്. അപ്പോൾ കൺഫേം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. ആ ആഡ് ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ രണ്ടാമത്തെ പേജ് കൊടുക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് എഴുതി വെച്ചിരിക്കുന്ന ഷീറ്റ് ആണെങ്കിൽ ഇതിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ട് കറക്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുക. അതിൻ്റെ അഡ്ജസ്റ്റ് എല്ലാം കറക്റ്റാക്കി കൊടുക്കുക. ഈ ലൈന് നമ്മൾ നീക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്കിങ്ങനെ അഡ്ജൊക്കെ ചെയ്യാം. കറക്റ്റായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൺഫേം കൊടുക്കുക. ഇനി നമുക്ക് പേജസ് 40 പേജ് വരെ എഴുതാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഏരോ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ടാമത്തെ പേജ് കാണാം. പിന്നെ ആഡ് ഇവിടെ ഫസ്റ്റിൽ ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത പേജ് ആണെങ്കിൽ അടുത്ത പേജ് ഫോട്ടോ എടുക്കാം. ഓക്കെ, അതുപോലെ നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന അത് കറക്റ്റായിട്ട് ഇപ്പോൾ എങ്ങനെ നമ്മുടെ ഫോട്ടോയ്ക്ക് പുറത്തൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ എഡ്ജസ് കറക്റ്റ് പേപ്പറിൻ്റെ എഡ്ജ് കറക്റ്റ് ആക്കിയിട്ട് വെക്കാം. എന്നിട്ട് കൺഫേം കൊടുക്കുക. അതുപോലെ അടുത്ത പേജ് അതുപോലെ ഫോട്ടോ എടുക്കുക കറക്റ്റാക്കി കൊടുക്കുക. കൺഫേം കൊടുക്കുക. എന്നിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന 4 എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ചുവപ്പ് ബട്ടണാണ്. ആ ബട്ടൺ ഞെക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ഡൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് ഇത് ഗാലറിക്ക് സേവ് ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും PPT ആക്കി മാറ്റണോ. അപ്പോൾ PDF എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. നമുക്ക് നമ്മുടെ റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്, അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ റൂൾ നമ്പർ 5 പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ ഫോർമാറ്റിൽ ആപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ സബ്ജക്റ്റ് കോഡ് ആ ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്താണെന്ന് നോക്കുക. കാരണം അറ്റാച്ച് ചെയ്യുന്ന ഫയൽ ആപ്ലിക്കേഷൻ നമ്പർ അതെല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പം ആ ഫോർമാറ്റിൽ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തു നോക്കാം നമുക്കതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ 5ാമത്തെ റൂൾസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അറ്റാച്ച് ചെയ്യുന്ന ഫയൽ
അപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ എക്സാമിനേഷൻ്റെ സബ്ജക്റ്റ് കോഡ്, ഇതെല്ലാം ഇതെല്ലാം കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം അതിൻ്റെ റീനെയിം ചെയ്യുന്നതിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു രജിസ്റ്റർ നമ്പർ വരുന്നത് 003M2001T00012 എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ സബ്ജക്റ്റിൻ്റെ കോഡ് 710 710. അപ്പോൾ ഒരു ഐഫൺ ഇട്ടിട്ട് 710, പിന്നെ ഒരു ഐഫൺ ഇട്ടിട്ട് എൻ്റെ സബ്ജക്റ്റിൻ്റെ പേര് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെന്ന് കരുതുക. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉള്ള ഇത് കൊടുക്കുക, അക്കൗണ്ടിങ്. ഇങ്ങനെയാണ് നമ്മൾ ഫയൽ നെയിം കൊടുക്കേണ്ടത്. അതായത് രജിസ്റ്റർ നമ്പർ, അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് കോഡ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എൻ്റെ ഹോൾ ടിക്കറ്റിൻ്റെ നമ്പറിൽ നോക്കി അതിൽ ഉണ്ടായിരിക്കും, ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഓരോ ദിവസത്തെ എക്സാമിൻ്റെ സബ്ജക്റ്റ് കോഡ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കുക. അതിനുശേഷം ടിക്ക് കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതാണ് PDF ആയിട്ട് സേവ് ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ സേവ് ആയിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് ഏതെങ്കിലും PDF വ്യൂവറിൽ എടുത്തിട്ട് നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പേജ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി ക്ലിയറിലുണ്ടായിരുന്നു. ഞാൻ ഇത് പ്രിൻ്റ് എടുത്തത് കുറച്ച് ക്ലിയർ കുറഞ്ഞുള്ളതുകൊണ്ടാണ്. ഇത് സെക്കൻഡ് പേജൊക്കെ നല്ല ക്ലിയറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് നേരെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻ കേസ് PDF വ്യൂവർ ഇല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. WPS എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താലും മതി. WPS എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലും എല്ലാ ഓഫീസ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും അതിൽ ഓപ്പൺ ആവും. PDF ഫയലും വേർഡ് ഫയലായാലും. അതിൽ സെൻഡ് ഫയൽ കൊടുത്തിട്ട് നിങ്ങൾ മൊബൈൽ കൂടെ തന്നെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. കമ്പ്യൂട്ടർ വഴിയാണെങ്കിൽ ഇത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയിട്ട് ഇമെയിൽ വഴി അറ്റാച്ച് ചെയ്യാം. നമുക്ക് നേരെ കൊടുക്കാം ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ നേരെ പോവും അല്ലേ. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഏത് മെയിലിലേക്കാണോ വന്നിരിക്കുന്നത് ആ മെയിൽ ഇവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പോയിക്കോളും. അതുകൊണ്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സബ്ജക്റ്റിൻ്റെ ലൈനും ആ സെയിം തന്നെ ഫയൽ നെയിമായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് നിങ്ങൾ റിപ്ലൈ മെയിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ റിപ്ലൈ ആയിട്ട് ഇത് ഫോണിലേക്ക് സേവ് ചെയ്ത് വെക്കുക ഈ ഫയൽ. എന്നിട്ട് അതിന് റിപ്ലൈ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്താൽ മതിയായിരിക്കും. ഇനി റിപ്ലൈ മെയിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇൻ കേസ് നിങ്ങൾക്ക് മെയിലിൻ്റെ റിപ്ലൈ ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഫയലില്ലേ, ഈ ഫയൽ ഓൾറെഡി ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കാം. ഇപ്പം കോപ്പി ടു നമ്മുടെ ഏതെങ്കിലും ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻ കേസ് നമുക്കില്ലെങ്കിൽ ഇവിടെ പുതുതായിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അണ്ണാമലൈ എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഈ ഫോൾഡറിൽ പോയിട്ട് ഇത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ മെയിലിലേക്ക് പോയതിന് ശേഷം എനിക്കിപ്പോൾ ഈ മെയിലിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് കരുതുക. അതായത് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്ന ഈ മെയിലാണ്. അപ്പോൾ അതിൽ റിപ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ അറ്റാച്ച് ചെയ്താൽ മുകളിലൊരു ഈ നീല ബട്ടൻ്റെ അടുത്തൊരു അറ്റാച്ച് ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് അറ്റാച്ച് ഫയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇവിടെ ഫയൽ മാനേജറിൽ പോയിട്ടുണ്ടെങ്കിൽ അണ്ണാമലൈ ഫോൾഡറിൽ എൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുക. എൻ്റെ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേരിൻ്റെ അവിടെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ രജിസ്റ്റർ നമ്പർ സബ്ജക്റ്റ് കോഡ് -0. ഇപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ 0345 അതാണെങ്കിൽ സബ്ജക്റ്റ് കോഡ് 710 ആണെങ്കിൽ അത് ഫിനാൻസ് ആണെങ്കിൽ അങ്ങനെ എഴുതുക. ഫിനാൻസ് എന്നുള്ള പേപ്പറിൻ്റെ പേര് അങ്ങനെയാണെങ്കിൽ അത് എഴുതുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എഴുതാം. നിങ്ങളുടെ അറ്റാച്ചിങ് മൈ ഫയൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് 2 എന്നുള്ളതിൽ ഓൾറെഡി നിങ്ങളത് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഏതാണ് റിപ്ലൈ കൊടുക്കേണ്ട മെയിൽ അത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും റിപ്ലൈ മെയിലാണെങ്കിൽ. എന്നതിന് ശേഷം ഈ നീല ബട്ടണില്ലേ അത് സെൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സെൻഡ് ദിസ് മെസ്സേജ് എന്ന് നോക്കുമ്പോൾ ഓക്കെ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് സെൻഡ് ആവുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്.